സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പിന്നോക്ക വിഭാഗങ്ങളെ ചേർത്ത് നിർത്തി സർക്കാർ, എന്നിട്ടും നേട്ടങ്ങൾ കാണാതെ ന്യൂനതകൾ പർവ്വതീകരിക്കുന്നുവെന്ന് സ്പീക്കർ എൻ ഷംസീർ. കൂടുതൽ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ തുടങ്ങുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. ജനങ്ങളെ ഭിന്നിപ്പിച്ചു മുതലെടുക്കാനുള്ള BJPയുടെ ശ്രമം പിണറായി കേരളത്തിലും നടപ്പിലാക്കുന്നു. ഏക സിവിൽ കോഡിൽ ആശങ്കയെ അകറ്റണമെന്നും VD സതീശൻ. അവഗണനയുടെ ട്രാക്കിൽ കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ, തിരിച്ചുപിടിക്കാൻ യുവതയുടെ ശ്രമം. കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി DYFI. വാർത്തകൾ വിശദമായി. ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള BJP ശ്രമം തെരഞ്ഞെടുപ്പ് അടുത്തതിനാലുള്ള രാഷ്ട്രീയ മുതലെടുപ്പെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പയ്യാമ്പലം ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള സമയവും സാഹചര്യവും അല്ല ഇപ്പോഴുള്ളതെന്നും സതീശൻ പറഞ്ഞു. ഏക സിവിൽ കോഡ് നടപ്പാക്കേണ്ട എന്നാണ് ലോ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതേ നിലപാടാണ് കോൺഗ്രസിനുള്ളത്. ഇതൊരു ഹിന്ദു മുസ്ലിം വിഷയമല്ല. എല്ലാ മതവിഭാഗങ്ങൾക്കും ഇതേക്കുറിച്ച് ആശങ്കയുണ്ട്. ജൂലൈ 10 ചേരുന്ന UDF യോഗത്തിൽ ഇതേക്കുറിച്ച് ചർച്ച ചെയ്ത് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള സമയവും സാഹചര്യവുമല്ല ഇപ്പോൾ ഉള്ളതെന്നും സതീശൻ പറഞ്ഞു. ഗൗരവത്തോടുകൂടി നോക്കിക്കാണേണ്ട ഒരു സംഘപരിവാർ അജണ്ടയായി നോക്കിക്കാണേണ്ടതിന് പകരം അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ BJPയെ പോലെ CPM ഇറങ്ങിയിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. വലിയ ആഗ്രഹങ്ങളാണ്, വലിയ സ്വപ്നങ്ങളാണ്. അവരിപ്പോൾ സുന്നി വിഭാഗം ഒന്നിക്കുന്നു എന്ന് കേട്ടപ്പോൾ പരിഭ്രാന്തിയായി, CPMന് പരിഭ്രാന്തിയായി. ആ പരിഭ്രാന്തിയിൽ നിന്നെല്ലാം മുതലെടുത്തതാണ്. ഇപ്പം രാഷ്ട്രീയമായി ഇതിൽ നിന്ന് എങ്ങനെ എന്തെങ്കിലും നേട്ടം കൊയ്തെടുക്കാൻ പറ്റുമെന്നാണ് CPM ആലോചിക്കുന്നത്. അതേ അജണ്ട തന്നെയാണ് BJPക്ക് ഉള്ളത്. രണ്ടുപേരും ഒരേ പാതയിലാണ് സഞ്ചരിക്കുന്നത്. ഏക സിവിൽ കോഡിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് പറയുന്ന CPM സമരത്തിൽ പങ്കെടുത്തവരുടെ പേരിലെടുത്ത കേസുകളാണ് ആദ്യം പിൻവലിക്കേണ്ടത്. എന്നിട്ടാവാം സമരം. ഈ വിഷയത്തിൽ CPMന്റെ നിലപാട് ആത്മാർത്ഥതയില്ലാത്തതാണെന്നും രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ടാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേസെടുക്കുന്ന സർക്കാർ പിണറായി വിജയന്റെ സന്തത സഹചാരി തന്നെ കൈതോലപ്പായയിൽ കോടികൾ കടത്തിയെന്ന വെളിപ്പെടുത്തലിൽ കേസെടുക്കുന്നില്ല. ഇരട്ട നീതിയാണ് ഇവിടെ നടപ്പാക്കുന്നത്. സുധാകരൻ പിരിച്ചുവിട്ട ഡ്രൈവറുടെ മൊഴിയിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്ത പോലീസ് G ശക്തിധരന്റെ വെളിപ്പെടുത്തലിൽ പിണറായിക്കെതിരെ കേസെടുക്കുന്നില്ല. പിണറായിക്കെതിരായ ആരോപണം സ്വയം എരിഞ്ഞു തീരുമെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. എരിഞ്ഞു തീരുന്നത് CPM ആയിരിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. സുധാകരൻ 17-18 കൊല്ലം മുമ്പ് പിരിച്ചുവിട്ട ഡ്രൈവറുടെ മൊഴിയിൽ സുധാകരനെതിരായിട്ട് കേസെടുക്കാം. അപ്പോൾ ദേശാഭിമാനിയുടെ അസോസിയേറ്റ് എഡിറ്റർ, മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നയാൾ പറഞ്ഞ കേസിൽ എടുക്കില്ല. അത് എരിഞ്ഞടങ്ങുമെന്നാണ് പറയണം. സ്വയം എരിഞ്ഞടങ്ങുമെന്നാണ് പറയണം. എരിഞ്ഞടങ്ങും. CPM ആണ് എരിഞ്ഞടങ്ങാൻ പോകുന്നത്. ഗുരുതരമായ ആരോപണമാണ്. സുധാകരനെ വധിക്കാൻ, ശാരീരികമായി ഇല്ലായ്മ ചെയ്യാൻ കൊലയാളി സംഘത്തെ അയച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണം കൂടിയുണ്ട്. ആ ആരോപണത്തിന് കേസെടുക്കില്ല. പിന്നെ എന്തിനാണ് പോലീസ്? കേരളത്തിലെ പോലീസ് എന്തിനാണ്? കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ മാത്രം കേസെടുക്കാൻ, പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ മാത്രം കേസെടുക്കാൻ ഒരു പോലീസ്? കൃത്യമായ തെളിവുകളോടുകൂടി ഒരാൾ വെളിപ്പെടുത്തൽ നടത്തിയിട്ടും CPM മുഖ്യമന്ത്രിക്കെതിരായി വെളിപ്പെടുത്തൽ നടത്തിയിട്ടും അതിനെതിരായി കേസെടുക്കാൻ തയ്യാറല്ല. ഇത് ഇരട്ട നീതിയാണ്. ഇത് വെച്ചു പൊറിപ്പിക്കുന്ന ഒരു പ്രശ്നവും ഇല്ല. ന്യൂസ് കണ്ണൂർ. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് സംസ്ഥാനത്ത് നടപ്പാക്കിയ ഗുണപരമായ നേട്ടങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് പകരം ന്യൂനതകളെ പർവ്വതീകരിച്ചു കാണിക്കാനാണ് പലരും ശ്രമിക്കുന്നതെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ കതിരൂരിൽ പുതുതായി നിർമ്മിച്ച ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലാണ് കതിരൂരിൽ പുതുതായി ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റൽ നിർമ്മിച്ചത്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനത്തിനായി 25 ലക്ഷം രൂപ വരെ ധനസഹായം നൽകുന്നുണ്ട്. വൈമാനികനാവാൻ താൽപര്യമുള്ളവർക്ക് അതിനുള്ള സഹായവും സർക്കാർ നൽകുന്നു. പഠിക്കാനുള്ള മനസ്സുണ്ടായാൽ മാത്രം മതിയെന്ന് സ്പീക്കർ പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 25 ലക്ഷം രൂപ വരെ നിങ്ങൾ വിവരിക്കേണ്ട പട്ടികജാതി പട്ടികവർഗം മാത്രമല്ല, പിന്നോക്കക്കാർക്കുണ്ട്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്കാരായ കുടുംബങ്ങളിലെ കുട്ടികൾ പഠിക്കാൻ മിടുക്കന്മാരാണെങ്കിൽ, അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ആ ഉന്നത വിദ്യാഭ്യാസം നേടാൻ 25 ലക്ഷം രൂപ വരെ ധനസഹായം നൽകാൻ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് തയ്യാറാണ്. അപ്പോൾ പഠിക്കാൻ തയ്യാറായാൽ മാത്രം മതി. അതിനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടായാൽ മതി. അങ്ങനെ മനസ്സുണ്ടായാൽ
ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കത്തക്ക നിലയിലുള്ള ഒരു കർമ്മ പദ്ധതി തന്നെ ഈ പിന്നോക്ക പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് കൂടുതൽ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ തുടങ്ങാൻ സർക്കാർ ആലോചിക്കുന്നതായി മന്ത്രി പറഞ്ഞു. അപ്പോൾ കൂടുതൽ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ സ്ഥാപിക്കണം എന്നതിനെ സംബന്ധിച്ചാണ് ഗവൺമെൻറ് ഇപ്പോൾ ചർച്ച ചെയ്തത്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് 4 പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ ആരംഭിച്ചു. ഇനിയും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ ആരംഭിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിലൂടെയാണ് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കാൻ കഴിയുക, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ കഴിയുക എന്നുള്ള കാര്യം നല്ലപോലെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ്. നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം കൂടുതൽ മെച്ചപ്പെടുത്താൻ എന്താണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പാവപ്പെട്ടവൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ വലിയ രീതിയിൽ മുന്നോട്ട് വരുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 7 വർഷക്കാലം കൊണ്ട് പാവപ്പെട്ടവൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിലെ ഭൗതിക അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ വേണ്ടി ഏകദേശം 3800 കോടി രൂപയാണ് ചെലവഴിച്ചത് എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും പൊതുവിദ്യാഭ്യാസത്തിന് എത്രയേറെ പ്രാധാന്യമാണ് ഈ ഗവൺമെൻറ് കൊടുക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയും. പല പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലും കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഇത്തരം ഹോസ്റ്റലുകൾ നിലനിർത്തണമോ എന്ന് ആലോചിക്കും. പോസ്റ്റ് മെട്രിക് വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ 4 പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളാണ് തുടങ്ങിയത്. ആവശ്യമുള്ള ഇടങ്ങളിൽ ഇനിയും ആരംഭിക്കും എന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ, കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സനിൽ എന്നിവർ വിശിഷ്ടാതിഥികളായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി കെ അശോകൻ, പി വത്സലൻ, സി കെ രമ്യ, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി റംല, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ, സംസ്ഥാന ഉപദേശക സമിതി അംഗം എ ചന്ദ്രൻ, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കെ രവിരാജ്, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ടി സുഭാഷ്, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് പ്രൊജക്ട് എഞ്ചിനീയർ സി കൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജലസേചന വകുപ്പിൽ നിന്നും പട്ടികജാതി വികസന വകുപ്പിന് കൈമാറി കിട്ടിയ 29 സെന്റിൽ 2019 കെട്ടിടം പണി തുടങ്ങിയത്. കിഫ്ബി സഹായത്തോടെ 1.78 കോടി രൂപ ചിലവിൽ 3 നിലകളിലായാണ് കെട്ടിടം നിർമ്മിച്ചത്. 30 വിദ്യാർത്ഥികൾക്കും 10 ജീവനക്കാർക്കുമുള്ള താമസ സൗകര്യം ഇവിടെയുണ്ട്. കിടപ്പുമുറികൾ, ലൈബ്രറി ഹാൾ, പഠനമുറി, ഭക്ഷണശാല, അടുക്കള, ശുചിമുറികൾ എന്നിവയും ഒരുക്കി. ഫർണിച്ചറുകൾ, മോഡുലാർ കിച്ചൺ സംവിധാനം എന്നിവ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ചു. 1963 തലശ്ശേരി ടൗണിൽ വാടക കെട്ടിടത്തിൽ ആരംഭിച്ച് പാട്യം, പിണറായി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മാറ്റി ഒടുവിൽ 2006 മുതൽ കതിരൂരിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന പ്രീ മെട്രിക് ഹോസ്റ്റലാണ് ഇപ്പോൾ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറിയത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. സംസ്ഥാനത്ത് കാലവർഷം കനക്കുന്നു. വിവിധയിടങ്ങളിൽ അതിതീവ്രമായ മഴ. സിറ്റി മൈതാനപ്പള്ളി ഭാഗങ്ങളിൽ ശക്തമായ കടലേറ്റം. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കണ്ണൂരിൽ നാളെ റെഡ് അലർട്ട്. ബംഗാൾ ഉൾക്കടലിന് പുറമെ ആൻഡമാൻ കടലിന് മുകളിലും ചക്രവാത ചുഴി രൂപപ്പെട്ടതോടെയാണ് സംസ്ഥാനത്ത് കാലവർഷം കനത്തത്. വ്യാഴാഴ്ച വരെ ശക്തവും അതിശക്തവുമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇതോടെ കണ്ണൂർ, കാസർഗോഡ് മേഖലകളിൽ കടലേറ്റം രൂക്ഷമായി തുടരുകയാണ്. കണ്ണൂർ സിറ്റി, മൈതാനപ്പള്ളി ഭാഗങ്ങളിലാണ് കടലാക്രമണം രൂക്ഷമായി തുടരുന്നത്. നാളെ ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക തീരങ്ങളിലും ലക്ഷദ്വീപ് പ്രദേശത്തും മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. കടലാക്രമണം രൂക്ഷമാവാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മുൻകരുതൽ സ്വീകരിക്കണമെന്ന് അറിയിപ്പിലുണ്ട്. കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ 3 മുതൽ 4 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര പരിസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിന്നോക്ക വിഭാഗങ്ങളെ ചേർത്ത് നിർത്തി സർക്കാർ, എന്നിട്ടും നേട്ടങ്ങൾ കാണാതെ ന്യൂനതകൾ പർവ്വതീകരിക്കുന്നുവെന്ന് സ്പീക്കർ എൻ ഷംസീർ. കൂടുതൽ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ തുടങ്ങുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. ജനങ്ങളെ ഭിന്നിപ്പിച്ചു മുതലെടുക്കാനുള്ള BJPയുടെ ശ്രമം പിണറായി കേരളത്തിലും നടപ്പിലാക്കുന്നു. ഏക സിവിൽ കോഡിൽ ആശങ്കയകറ്റണമെന്നും VD സതീശൻ. അവഗണനയുടെ ട്രാക്കിൽ കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ തിരിച്ചുപിടിക്കാൻ യുവതയുടെ ശ്രമം. കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി DYFI. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. It's time you start listening. Listen to the breeze, to the bird song. Find your own tune at Wayanad Village Resort. Touch your inner soul. Be at ease with yourself. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. ഹിന്ദു സേവാ സമിതിയുടെ സ്ഥാപകാംഗവും സിറ്റി ചാനലിന്റെ സാരഥികളിൽ ഒരാളുമായിരുന്ന K. ധൻരാജിന്റെ ഓർമ്മകൾക്ക് 1 വർഷം. പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. ശ്രീ ഭക്തസംവർദ്ധിനി യോഗത്തിന്റെ കാനത്തൂർ പയ്യാമ്പലം കണ്ടോൺമെന്റ് പ്രദേശങ്ങളിലെ നിറസാന്നിധ്യമായി കഴിഞ്ഞ 25 വർഷമായി പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയായിരുന്നു കുറ്റിക്കണ്ടി ധൻരാജ്. പ്രദേശത്തുള്ള കുട്ടികളെ കാൽപന്തിന്റെ ലോകത്തിലേക്ക് നയിച്ചതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് ആ ഓർമ്മകൾക്ക് 1 ആണ്ട് തികയുകയാണ്. സഹപ്രവർത്തകരുടെ വാക്കുകളിലൂടെ അദ്ദേഹത്തിൻ്റെ മരണം നമുക്ക് ഇന്നും ഉൾക്കൊള്ളാൻ സാധിക്കാതെയാണ്. കാരണം സാമൂഹിക പ്രവർത്തനത്തിനപ്പുറം ഫുട്ബോളിലായാലും ശ്രീ ഭക്തി സംബന്ധി യോഗത്തിൻ്റെ ദീർഘനാളായിട്ടുള്ള ഒരു പ്രവർത്തനം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം നമ്മളെ പയ്യാമ്പലത്തിന് തീരാ നഷ്ടമാണ്. ഈ ദശത്തിൽ എല്ലാവരും ദുഃഖിക്കുന്നു. ധനുവേട്ടൻ നമ്മളെല്ലാവരും ഒരു മാർഗനിർദ്ദേശിയാണ്. അതുപോലെ സമൂഹത്തിൽ എല്ലാ കാര്യങ്ങൾക്കും സ്ഥാനമാനങ്ങളൊന്നും അറിയിക്കാണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒത്തിരി വർഷങ്ങളായി മുന്നിട്ടിറങ്ങി ചെയ്യുന്ന ഒരാളാണ്. നമ്മളൊരു ഹിന്ദു സേവാ സമിതി ഒരു കൂട്ടായ്മയുണ്ട് പയ്യാമ്പലത്ത്. അതിൻ്റെ എല്ലാം നെടുന്തൂണാണ് ധനുവേട്ടൻ. അതുപോലെ അമ്പലത്തിലെ കാര്യങ്ങൾ ജയസൂരേട്ടൻ പറഞ്ഞതാണ്. ഒരു എത്രയോ കുട്ടികളെ രക്ഷിതാവും എത്രയോ സ്പോർട്സിന് അത്രയും സപ്പോർട്ട് ചെയ്യും. നമുക്കെല്ലാം സ്പോർട്സിന് ഏറ്റവും ഇപ്പോൾ നമ്മൾ 47 വയസ്സായ നമ്മളെന്നും 42 വയസ്സെ ബൈജു അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാർ ഇപ്പോൾ ആക്റ്റീവായിട്ട് കളിക്കാനുള്ള പ്രേരണ ഈ ധനുവേട്ടനാണ്. ഇപ്പോൾ ധനുവേട്ടൻ നമ്മൾ വിട്ടുപോയതായിട്ട് നമുക്കിപ്പോൾ തോന്നുന്നില്ല. നമ്മളിലൂടെ ജീവിക്കുന്നതായിട്ടാണ് നമുക്കത് ഉൾക്കൊണ്ടിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു പ്രേരണാശക്തി കൂടി ധനുവേട്ടന് കിട്ടുന്നുണ്ട്. സിറ്റി ചാനലിന്റെ ഓപ്പറേറ്റർമാരിൽ ഒരാളായിരുന്നു ധനരാജ്. സ്വപ്രയത്നത്താൽ മുന്നേറിയ വ്യക്തി എന്ന നിലയിൽ നിസ്വാർത്ഥതയുടെ പര്യായമാണ് ഏവരും ഓർമ്മിക്കുന്നത്. ധൻരാജിന്റെ ദീപ്തസ്മരണയ്ക്ക് മുന്നിൽ പയ്യാമ്പലം സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പരിപാടിയും നടന്നു. വാർഡ് കൗൺസിലർ ജയസൂര്യ, ശ്യാം, ഭക്തസംവർദ്ധിനി അംഗങ്ങൾ രഘുവീർ റാം, ബിജു PC, സജീവ് തോട്ടട, ബിമൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കണ്ണപുരം റെയിൽവേ സ്റ്റേഷനോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ CPM പാപ്പിനിശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ചെറുകുന്നത്തറ കേന്ദ്രീകരിച്ചു നടന്ന മാർച്ച് M. വിജിൽ MLA ഉദ്ഘാടനം ചെയ്തു.
വർഷങ്ങളായി പുതുതായി ഒരു ട്രെയിനിനു പോലും സ്റ്റോപ്പ് അനുവദിക്കാതെയും കോവിഡ് കാലത്ത് ഒഴിവാക്കിയ 5 വണ്ടികളുടെ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കാതെയും അടിസ്ഥാന സൗകര്യങ്ങൾ ഓരോന്നായി എടുത്തുകളഞ്ഞാണ് സ്റ്റേഷനെ ഇല്ലാതാക്കുന്നത്. ടിക്കറ്റ് വിതരണവും സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചു. ചരക്ക് ബുക്കിംഗ് സേവനം നിർത്തലാക്കി. 1 മാസത്തിനകം ടിക്കറ്റ് റിസർവേഷൻ സൗകര്യവും ഇല്ലാതാക്കി. 2 കൊമേഴ്ഷ്യൽ ബുക്കിംഗ് സ്റ്റാഫ് ഉണ്ടായിരുന്നിടത്ത് ആരുമില്ലാതായി. അടുത്ത കാലം വരെ കൊമേഴ്ഷ്യൽ ബുക്കിംഗ് സേവനം സ്വകാര്യ ഏജൻസിയാണ് കൈകാര്യം ചെയ്തത്. കഴിഞ്ഞ മാസങ്ങളിൽ അതും നിർത്തലാക്കി. കോവിഡ് കാലത്ത് നിർത്തലാക്കിയ ഓഖ, വരാവൽ, ഗാന്ധിധാം, വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് വണ്ടികളുടെ സ്റ്റോപ്പ് പുനഃസ്ഥാപിച്ചതായി കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചെങ്കിലും തീരുമാനം കടലാസിലൊതുങ്ങി. ചെന്നൈ സൂപ്പർഫാസ്റ്റ്, കോയമ്പത്തൂർ ഇന്റർസിറ്റി, ബംഗളൂരു എക്സ്പ്രസ് വണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ദീർഘകാലങ്ങളായുള്ള ആവശ്യവും പരിഗണിച്ചില്ല. പാസഞ്ചേഴ്സ് അമ്യൂണിറ്റീസ് കമ്മിറ്റി കണ്ണൂർ കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ സന്ദർശിക്കാനോ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ തയ്യാറായില്ല. ഇത്തരത്തിൽ കണ്ണപുരം റെയിൽവേ സ്റ്റേഷനോട് കേന്ദ്ര സർക്കാർ കാട്ടുന്ന അവഗണനയ്ക്കെതിരെയാണ് CPM പാപ്പിനിശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. CPM ഏരിയ സെക്രട്ടറി ടി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KV ശ്രീധരൻ, TK ദിവാകരൻ എന്നിവർ സംസാരിച്ചു. N ശ്രീധരൻ മാസ്റ്റർ സ്വാഗതവും പറഞ്ഞു. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഡിവൈഎഫ്ഐ അഴീക്കൽ മേഖലാ സമ്മേളനം ചാൽ ശ്രീനാരായണ വായനശാലയ്ക്ക് സമീപം സുഭാഷ് നഗറിൽ നടന്നു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം AP മിഥുൻ ഉദ്ഘാടനം ചെയ്തു. അഴീക്കൽ ഗ്രീൻഫീൽഡ് തുറമുഖ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. നിരവധി യുവതി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഉതകുന്നതാണ് അഴീക്കൽ തുറമുഖ വികസനം. നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന് അഴീക്കൽ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സംഘാടക സമിതി ചെയർമാൻ മിഥുൻ AT സ്വാഗതം പറഞ്ഞു. മേഖലാ സെക്രട്ടറി ഷിസിൽ തേനായി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. MV ലജിത്ത്, വോൾഗ നൌഷാദ്, അനുഗ്രഹ A തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളന സെക്രട്ടറിയായി ഷിസിൽ തേനായി, പ്രസിഡന്റായി സുകേഷ് VV, ട്രഷറർ നിഷിൽ MTയെയും തെരഞ്ഞെടുത്തു. മേഖലാ ജോയിന്റ് സെക്രട്ടറിമാരായി പ്രണവ് M, സായൂജ് RPയെയും മേഖലാ വൈസ് പ്രസിഡന്റുമാരായി അർജുൻ A, വർഷ തമ്പി എന്നിവരെയും തെരഞ്ഞെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. മെഡിക്കൽ എത്തിക്സുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രോഗി പരിചരണത്തിന് ഗുണമേന്മ വർദ്ധിപ്പിക്കണമെന്ന് IMA ആഹ്വാനം ചെയ്തു. ദേശീയ ഡോക്ടേഴ്സ് ഡേ ദിനാചരണത്തിന്റെ ഭാഗമായി IMA ഹാളിലും നവനീതം ഓഡിറ്റോറിയത്തിലുമായി സംഘടിപ്പിച്ച പരിപാടി MLA രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നിരന്തരം തുടരുന്ന പഠന ഗവേഷണങ്ങളിലൂടെ ആധുനിക വൈദ്യശാസ്ത്രം അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. മോഡേൺ മെഡിസിനിന്റെ ഗുണഫലങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിക്കുക എന്ന മഹത്തായ സേവനമാണ് IMA നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജീവൻ രക്ഷയും രോഗീ പരിചരണവുമാണ് മുഖ്യ ലക്ഷ്യം. പുതിയ തലമുറയിലെ ഡോക്ടർമാർക്ക് സുരക്ഷിതമായി ചികിത്സാ സേവനം നടത്താനുള്ള സൗകര്യം ലഭ്യമാക്കേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയാണെന്ന് IMA വിലയിരുത്തി. IMA പ്രസിഡന്റ് ഡോക്ടർ V സുരേഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഡോക്ടർ രാജ്മോഹൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ സുൽഫിക്കർ അലി, ഡോക്ടർ PK ഗംഗാധരൻ, ഡോക്ടർ C നരേന്ദ്രൻ, ഡോക്ടർ AK ജയചന്ദ്രൻ, ഡോക്ടർ മുഹമ്മദ് അലി, ഡോക്ടർ ബാലകൃഷ്ണ പൊതുവാൾ, ഡോക്ടർമാരായ ആശ റാണി, ഷഹീദ, ജിമ്മി ജോൺ, ബീന ഉമേഷ്, ശ്വേത പ്രശാന്ത്, ഷർമിൽ ഗോപാൽ എന്നിവർ വിവിധ സെക്ഷനുകൾക്ക് നേതൃത്വം നൽകി. ഞാറ്റുവേലയുടെ ഭാഗമായി എളയാവൂർ കൃഷി ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി, മാവിൻ തൈകൾ വിതരണം നടത്തി. ചടങ്ങ് കൗൺസിലർ ഷാഹിന ഉദ്ഘാടനം ചെയ്തു. എളയാവൂർ കൃഷി ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ എളയാവൂർ സോണൽ ഓഫീസ് പരിസരത്താണ് ഞാറ്റുവേലയുടെ ഭാഗമായി പച്ചക്കറി തൈകൾ, മാവിൻ തൈകൾ തുടങ്ങിയവ വളരെ ചുരുങ്ങിയ ചിലവിൽ ആവശ്യക്കാർക്ക് നൽകിയത്. ഡിപ്പാർട്ട്മെന്റ് സ്കീമായ ഒട്ടനവധി കൃഷി ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിച്ചു തരികയും മാവിൻ തൈ, അതുപോലെ കവുങ്ങൻ തൈ, നെല്ലിച്ചെടി, അതുപോലെ ഒട്ടനവധി ചെടികൾ, പച്ചമുളക് തടി, അതുപോലെ വഴുതന ചെടി, ഇങ്ങനെയുള്ള ചെടികളെല്ലാം ഇവിടെ ഇറക്കിക്കൊണ്ട് ഞാറ്റുവേലയോടനുബന്ധിച്ച് നമ്മുടെ മഴക്കാലത്ത് എല്ലാവരിലേക്കും എത്തത്തക്ക രീതിയിൽ ഇവിടെ ഇറക്കി നമ്മളിവിടെ വിൽപ്പന നടത്താൻ ഉദ്ദേശിക്കുകയാണ്.
ചെറിയ പൈസയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും വീടുകളിലേക്ക് വാങ്ങാൻ വേണ്ടി ആളുകൾ നല്ല പ്രോത്സാഹനം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മുണ്ടേരി കൃഷി ഫാമിന് ഒട്ടനവധി സീഡ്ലിങ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കർഷക സഭ സംഘടിപ്പിച്ചിട്ടുണ്ട്. അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ സീമ സഹദേവൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ശ്രീലക്ഷ്മി, കൗൺസിലർ ധനേഷ് മോഹൻ, സജേഷ് മോഹനൻ, ജയരാമൻ, ഗീതു, വിദുൽ പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. വില്ലേജ് തല ജനകീയ സമിതികൾ ജനങ്ങൾക്ക് താങ്ങും തണലുമാകണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ കുഞ്ഞിമംഗലം സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വില്ലേജിലെ പൊതുവായ പ്രശ്നങ്ങൾ ജനകീയ സമിതികളിൽ അവതരിപ്പിക്കാം. MLA, ത്രിതല പഞ്ചായത്ത് അധ്യക്ഷർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സമിതി അംഗങ്ങളാണ്. ഇവിടെ നടക്കുന്ന ചർച്ചകൾ റിപ്പോർട്ടാക്കി താലൂക്ക് ഓഫീസ് പ്രതിനിധി മന്ത്രിയുടെ ഓഫീസിൽ അറിയിക്കും. ഇവ മന്ത്രി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. വില്ലേജ് തല സമിതികൾ സ്കൂൾ PTA പ്രവർത്തിക്കും പോലെ വില്ലേജുകളിൽ പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു. റവന്യൂവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പൊതുവായി അവതരിപ്പിക്കാനുള്ള ഇടങ്ങൾ കണ്ടെത്തണം എന്നത് റവന്യൂ വകുപ്പ് നിർബന്ധപൂർവം അവതരിപ്പിച്ച ഒരു പ്രശ്നമാണ്. ആ ഇടങ്ങൾ എങ്ങനെ കണ്ടെത്തും? ഒരു വർഷക്കാലം മുമ്പ് ആരംഭിച്ച് കുഞ്ഞിമംഗലത്തുൾപ്പെടെ കേരളത്തിൽ 1660 വില്ലേജുകളിലും എല്ലാ മൂന്നാമത്തെ വെള്ളിയാഴ്ചയും 3 മണിക്ക് ചേരണം എന്ന് ഞങ്ങൾ നിഷ്കർഷിച്ചിട്ടുള്ള വില്ലേജ് തല ജനകീയ സമിതിയാണ് വില്ലേജിന്റെ ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കടന്നപ്പള്ളി വില്ലേജ് ഓഫീസ് സ്മാർട്ടാക്കാൻ 50 ലക്ഷം രൂപ അനുവദിച്ചതായും അദ്ദേഹം അറിയിച്ചു. പഴയ കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് പുതിയ ഓഫീസ് നിർമ്മിച്ചത്. ഇതിനായി 44 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ വില്ലേജ് ഓഫീസറുടെ മുറി, ഓഫീസ് റൂം, ഫ്രണ്ട് ഓഫീസ്, ശുചിമുറി എന്നിവയും മുകളിൽ റെക്കോർഡ് റൂം, ഡൈനിങ് ഹാൾ, ശുചിമുറി എന്നിവയുമാണ് ഉള്ളത്. ചുറ്റുമതിൽ, ഗേറ്റ്, ഇന്റർലോക്ക് ചെയ്ത മുറ്റം, ഫർണിച്ചർ, കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. ചടങ്ങിൽ വിജിൽ MLA അധ്യക്ഷത വഹിച്ചു. PWD കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ കളക്ടർ S ചന്ദ്രശേഖർ, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന, ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KP റീന, വാർഡ് അംഗം K സുമയ്യ, പയ്യന്നൂർ തഹസിൽദാർ MK മനോജ് കുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 10 രൂപ കുറഞ്ഞു. 1 ഗ്രാം സ്വർണം 5405, പവന് 43,240, വെള്ളി 76 രൂപ. അറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിന് പുറമെ ആൻഡമാൻ കടലിന് മുകളിലും ചക്രവാത ചുഴി രൂപപ്പെട്ടതോടെയാണ് സംസ്ഥാനത്ത് കാലവർഷം കനത്തത്. വ്യാഴാഴ്ച വരെ ശക്തവും അതിശക്തവുമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇതോടെ കണ്ണൂർ, കാസർഗോഡ് മേഖലകളിൽ കടലേറ്റം രൂക്ഷമായി തുടരുകയാണ്. കണ്ണൂർ സിറ്റി, മൈതാനപ്പള്ളി ഭാഗങ്ങളിലാണ് കടലാക്രമണം രൂക്ഷമായി തുടരുന്നത്. നാളെ ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക തീരങ്ങളിലും ലക്ഷദ്വീപ് പ്രദേശത്തും മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. കടലാക്രമണം രൂക്ഷമാവാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മുൻകരുതൽ സ്വീകരിക്കണമെന്ന് അറിയിപ്പിലുണ്ട്. കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ 3 മുതൽ 4 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര പരിസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിന്നോക്ക വിഭാഗങ്ങളെ ചേർത്ത് നിർത്തി സർക്കാർ, എന്നിട്ടും നേട്ടങ്ങൾ കാണാതെ ന്യൂനതകൾ പർവ്വതീകരിക്കുന്നുവെന്ന് സ്പീക്കർ AN ഷംസീർ. കൂടുതൽ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ തുടങ്ങുമെന്ന് മന്ത്രി K രാധാകൃഷ്ണൻ. ജനങ്ങളെ ഭിന്നിപ്പിച്ചു മുതലെടുക്കാനുള്ള BJPയുടെ ശ്രമം പിണറായി കേരളത്തിലും നടപ്പിലാക്കുന്നു. ഏക സിവിൽ കോഡിൽ ആശങ്കയെ അകറ്റണമെന്നും VD സതീശൻ. അവഗണനയുടെ ട്രാക്കിൽ കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ തിരിച്ചുപിടിക്കാൻ യുവതയുടെ ശ്രമം. കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി DYFI. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.